ആലത്തൂർ മണ്ഡലം പിടിക്കാൻ UDF ഇക്കുറി കളത്തിലിറക്കിയിരിക്കുന്നത് KM ഫെബിനെയാണ്. ഇടതുപക്ഷത്തിന്റെ ഉറച്ചുകോട്ടയിൽ ഇക്കുറി വിജയം നേടാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ഫെബിനുള്ളത്. സർക്കാരിന്റെ കർഷക വിരുദ്ധതയാണ് പ്രധാന പ്രചാരണ ആയുധമെന്നും ഫെബിൻ ന്യൂസ് മലയാളത്തോട് പ്രതികരിച്ചു. പാലക്കാട് നിന്നും സച്ചിൻ വള്ളിക്കാട് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഫെബിൻ, ഒരു കാർഷിക മണ്ഡലമാണ് ആലത്തൂർ. അപ്പോൾ എന്തൊക്കെയാണ് മുന്നോട്ട് വെക്കുന്ന വികസന പദ്ധതികൾ? കാർഷിക മേഖല ഇപ്പോൾ നമുക്കറിയാം, നിലവിൽ ഈ സർക്കാരുമായി ബന്ധപ്പെട്ടിട്ടേ കർഷകർ വലിയ പ്രയാസത്തിലാണ്. അവരുടെ നെല്ലെടുക്കാനുള്ളൊരു തരത്തിലുള്ള തീരുമാനം ഇതുവരെ ഗവൺമെൻറ് എടുത്തിട്ടില്ല. വെറും ഇപ്പം എടുക്കും നാളെ എടുക്കുമെന്നുള്ള നിലയ്ക്ക് ഉള്ള കാര്യങ്ങൾ. പിന്നെ ചില മില്ലുകാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ആ ചുമതലപ്പെടുത്തിയ മില്ലുകാർ ഇപ്പോൾ പറയണത് ഞങ്ങൾ 2% പിടിക്കുന്ന പറയുന്നത്. ഇത്രയും മോയ്സ്ചർ കണ്ടൻറ്റ് 17, 16, 14 ഇത്രയും ചൂടുള്ള സമയത്ത് നെല്ല് വളരെ നല്ല ഉൽപ്പന്നമാണ് അവർ അവരുടെ കറ്റക്കളങ്ങളിലാണെങ്കിലും വീടുകളിലാണെങ്കിലും സംഭരിച്ച് അല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അത്രയും നല്ല രീതിയിൽ വെച്ച് എന്നിട്ട് പോലും മില്ലുകാരെ സഹായിക്കുന്ന രൂപത്തിൽ ഇപ്പം മില്ലുകാർ പ്രയാസത്തിലാണ്. എല്ലാവരും അത്തരത്തിൽ പ്രയാസത്തിൽ തന്നെയാണ്. പക്ഷേ ഗവൺമെൻറ് അതിലൊരു ശക്തമായിട്ടുള്ളൊരു തീരുമാനം എടുക്കുന്നില്ല. അവരുടെ ഉൽപ്പന്നത്തിന് പോലും മാന്യമായ വില ലഭിക്കുന്നില്ല, കൃത്യസമയത്ത് എടുക്കുന്നില്ല. കൊടുത്ത നെല്ലിൻ്റെ വില ഈ അടുത്ത കാലത്താണ് ഇപ്പോൾ കുറച്ച് അവസാനത്തെ ആളുകൾക്ക് ഈ മുൻ വിളവെടുത്തതിൻ്റെ ഇപ്പോൾ ഈ ഒരാഴ്ച മുമ്പാണ് കിട്ടിയിരിക്കുന്നത്. ഇതാണ് അവസ്ഥ. പ്രധാനപ്പെട്ട ഒരു ഇടതുപക്ഷത്തിൻ്റെ കോട്ട എന്നാണ് ആലത്തൂരിനെ വിശേഷിപ്പിക്കാറുള്ളത്. അത് ഇത്തവണ മാറിമറിയുമോ? മാറും, തീർച്ചയായിട്ടും മാറും. അതിൽ തർക്കമൊന്നുമില്ല. അങ്ങനെ ഒരു കോട്ട സംവിധാനമൊന്നും എനിക്ക് തോന്നുന്നില്ല. അതൊന്നും ജനങ്ങൾ അംഗീകരിക്കില്ല. പ്രത്യേകിച്ച് ഇന്നത്തെ പുതിയ തലമുറ ചെറുപ്പക്കാർ സാമൂഹ്യ മാധ്യമമൊക്കെ ആയിട്ട് കൂടുതൽ ഇടപഴകി കൂടുതലായി ഉപയോഗിക്കുന്ന ആളുകളെല്ലാം ഇന്ന് വളരെയേറെ വർദ്ധിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ അവരൊന്നും ഈ കോട്ട സംസ്കാരത്തെ കാണില്ല. അതൊക്കെ വ്യക്തി നോക്കിയിട്ടും വ്യക്തികളുടെ ഈ പറഞ്ഞ പോലെ കഴിവും പ്രാപ്തിയും അവരെന്ത് ചെയ്യുമെന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ കൃത്യമായി അനലൈസ് ചെയ്തിട്ട് മാത്രമേ തെരഞ്ഞെടുപ്പിലേക്ക് അവർ ഒരാളെ തിരഞ്ഞെടുക്കുള്ളൂ. അല്ലാതെ വെറുതെ ഒരു കോട്ടയാണ് അല്ലെങ്കിൽ ഒരു ചിഹ്നം മാത്രം നോക്കി വോട്ട് ചെയ്യുന്ന രീതിയിൽ നിന്ന് ആളുകളൊക്കെ മാറി. നമുക്കറിയാം, പിന്നെ എല്ലാ വിഭാഗം ആളുകളിൻ്റെ ഇടയിൽ പോകുന്ന സമയത്തും ഒരു മാറ്റം അവരാഗ്രഹിക്കുന്നുണ്ട്. ഈ ഗവൺമെൻറ് മാറണമെന്ന് എല്ലാ വിഭാഗം ആളുകളിലെയും മഹാഭൂരിഭാഗം ആളുകൾ ഈ ഗവൺമെൻറ് മാറണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ പ്രധാനമായും ജനങ്ങളുടെ അടുത്ത് ചെല്ലുമ്പോൾ എന്താണ് അവർ പറയുന്നത്? വികസനം തന്നെയാണോ? അവർക്ക് അവരുടേതായ ആവശ്യങ്ങളുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ഒരുപാട് വിഷയങ്ങൾ, ഈ പറഞ്ഞ നമുക്ക് ആരോഗ്യരംഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പാളിച്ചകളും പ്രശ്നങ്ങളും പോരായ്മകളും അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. തൊഴിലില്ല, തൊഴിലെടുത്തതിന് മാന്യമായ വേതനമില്ല. ചെറുപ്പക്കാർ മുഴുവൻ വീടുകളിൽ പോയി നോക്കുന്ന സമയത്ത് അവരെല്ലാം കേരളവും ഇന്ത്യയും വിട്ട് വെളിരാജ്യങ്ങളിലേക്ക് പോകുന്ന ഒരു ട്രെൻഡിലേക്ക് കേരളത്തിലെ പുതുതലമുറ മാറിയിരിക്കുകയാണ്. എന്തായാലും ഒരു മാറ്റം ഉറപ്പാണ്. അതിൽ ഈ കോട്ട എന്നുള്ളതൊന്നുമില്ല. ജനങ്ങൾ വിസ്മയം ആഗ്രഹിക്കുന്ന ആളുകളാണ്, ഒരു വിപ്ലവം ആഗ്രഹിക്കുന്ന ആളുകളാണ്. മാറ്റി ചിന്തിക്കുക തന്നെ ചെയ്യും. പിന്നെ സ്ഥാനാർത്ഥികളെ കുറിച്ചിട്ടൊക്കെ ജനം നന്നായി ചിന്തിക്കും. തീർച്ചയായും കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെയാണ് ആലത്തൂരിലെ UDF സ്ഥാനാർത്ഥി KM ഫെബിൻ പ്രചാരണത്തിലും മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ക്യാമറമാൻ രമേശ് റാമിനൊപ്പം സച്ചിൻ വള്ളിക്കാട്, ന്യൂസ് മലയാളം.